അതെ, കറണ്ട് ചാർജ് കൂട്ടി കേട്ടോ. കറണ്ട് ചാർജ് കൂട്ടിയോ? ആ കൂട്ടട്ടെ, അതിനിപ്പോ എന്നാ. അതെ, നമ്മുടെ കെട്ടിട നികുതിയും മറ്റുമൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കൂട്ടിയോ? ആ കൂട്ടട്ടെ, അതിനിപ്പോ എന്നാ. അതെ, പുതിയ ബിൽഡിംഗ് പണിയാനായിട്ട് അതിന് പെർമിറ്റ് എടുക്കുന്നില്ലേ, പെർമിറ്റ് ഫീസും ഒക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കൂട്ടിയോ? കൂട്ടട്ടെ. പെട്രോളിന് 2 രൂപ അധികം നമ്മൾ ടാക്സ് പിരിക്കുന്നുണ്ട് കേട്ടോ. ആണോ? അതിനിപ്പോ എന്നാ, ഒരു കുഴപ്പമില്ല, കൂട്ടട്ടെ. മദ്യത്തിന്റെ വില വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. കൂട്ടുകയോ? കൂട്ടട്ടെ, അതിനിപ്പോ എന്നാ കുഴപ്പം എന്നാ. എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. റെയിൽവേ ടിക്കറ്റ് നിരക്ക് കൂട്ടി. ടിക്കറ്റ് നിരക്ക് കൂട്ടിയോ? എത്ര? 1 പൈസ. 1 പൈസയോ? എടുക്കടാ, കൊടിയെടുക്കടാ, സമരം ചെയ്യടേ. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ കേരളത്തിൽ യാതൊരു വിലക്കയറ്റവും ഇല്ല, സമരപരിപാടികളും ഇല്ല, ഒന്നുമില്ല. മറിച്ച് ഈ LDF ഗവൺമെന്റിന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഭരണത്തിൽ കയറിക്കേ, അപ്പൊ തുടങ്ങില്ല, ആ സെക്കൻഡിൽ തുടങ്ങും. അതേസമയം ഇവര് ഭരണത്തിൽ കയറിയപ്പോൾ ഉള്ള കടകം പോലെ മേടിച്ചിട്ട് ഖജനാവ് കാലിയാക്കിയിട്ടാണ് ഇറങ്ങിപ്പോയത്. ഓക്കെ, ഇനി അതിനുശേഷം മറ്റൊരു പാർട്ടി ഭരണത്തിൽ കയറി തുടങ്ങും, പിറ്റേ ദിവസം തുടങ്ങും. അപ്പോൾ ഇവർക്ക് വെള്ളത്തിന്റെ, കറണ്ട് ചാർജ്, ഈ കെട്ടിട നികുതി, മദ്യത്തിന്റെ വില, പെട്രോളിന് 2 രൂപ അധികം കൊടുക്കുന്നത്, ഇതെല്ലാം ഇവർക്ക് പ്രശ്നമായിരിക്കും. ഇപ്പൊ ഇവർക്ക് പ്രശ്നമില്ല. അതെന്താ അങ്ങനെ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംശയമാണ്, ഈ പാർട്ടിയിൽ അംഗത്വം എടുക്കുമ്പോഴേ എന്തെങ്കിലും വാക്സിനോ അല്ലെങ്കിൽ നമ്മൾ ഈ പോളിയോ തുള്ളിമരുന്ന് കുട്ടികൾക്ക് കൊടുക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ നാക്കാലോട്ട് വല്ല ഇറ്റുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവരോട് എത്രയൊക്കെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ഇവർ വിശ്വസിക്കത്തില്ല. കേരളത്തിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനും ഇവിടുത്തെ വിലക്കയറ്റം മനസ്സിലാവുന്നുമുണ്ട്, അവനെ നല്ല രീതിയിൽ ബാധിക്കുന്നുമുണ്ട്. പക്ഷേ ഈ ന്യായീകരണ തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്നും യാതൊരു പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് ഒരു വിരോധാഭാസം. അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും വാക്സിനോ മറ്റോ കുത്തിവെക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരെ ഇതൊന്നും ബാധിക്കാത്തത്. ഇനി അതുമല്ല, പാർട്ടിക്ക് വേണ്ടിയും നേതാക്കന്മാർക്ക് വേണ്ടിയും സ്വന്തം കുടുംബത്തെ പോലും മറന്ന് മറ്റൊരു മനുഷ്യനെ കൊല്ലാനായിട്ടും അയാളെ തെറി വിളിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നടക്കുന്നത് എന്തിനാ? അതെല്ലാം ഈ വാക്സിൻ കുത്തിവെക്കുന്നുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും തലച്ചോറുള്ള, ബുദ്ധിയുള്ള ഏത് മനുഷ്യനെ കൊണ്ടെങ്കിലും സാധിക്കുമോ സ്വന്തം കുടുംബത്തെ മറന്നിട്ട് എവിടെയോ കിടക്കുന്ന ഏതോ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടും പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടും ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലാൻ നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഉദാഹരണം ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിൽ തന്നെ കാണാൻ സാധിച്ചേക്കും.